എനിക്ക് കഴിഞ്ഞപ്പോൾ അയ്യോ പട്ടിന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, ഇതില്ലാന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു എൻ്റെ ഇതിനെ പട്ടീന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, പട്ടീന്നല്ലാണ്ട് എന്താ വിളിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് എന്നെ അടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓടാ ചെയ്തത്. ഞാൻ ചാടൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ 18-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. ഞങ്ങൾ കളക്ഷനായിട്ട് 6-ാം തീയതി കണ്ണമ്പുഴ ഡേവിസ് പറഞ്ഞ ആളുടെ അടുത്തേക്ക് പോയപ്പോൾ എനിക്ക് വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ 2 പേരാണ് കളക്ഷൻ ഇറങ്ങുന്നത് 18-ാം വാർഡിൽ. അപ്പോൾ ഞാനാണ് QR കോഡൊക്കെ സ്കാൻ ചെയ്യുക, ബെല്ലടിച്ച് അവരെ വിളിക്കുന്നതും. എൻ്റെ കൂടെയുള്ള ചേച്ചിയാണ് കവറ് നിറയ്ക്കണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ബെല്ലടിച്ചപ്പോൾ അവർ വന്നിട്ട് വാതിൽ കുറച്ച് തുറന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്ലാസ്റ്റിക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ മുഴുവനായിട്ട് തുറക്കുക ചെയ്തത്. അപ്പോൾ അവരെ കൂടെ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പട്ടി നമ്മുടെ അടുത്ത് വരില്ല എന്നാണ്. കാരണം ഒരുപാട് വീടുകളിൽ പോണതാണ്. അങ്ങനെ പോകുമ്പോൾ സാധാരണ കാണാറ് അവർ പട്ടികളൊക്കെ അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് വാതിൽ അടച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് തരില്ല എന്നും അല്ലെങ്കിൽ നമുക്ക് കവറ് തരിക ചെയ്യാറ്. അപ്പോൾ അതുപോലെ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ നിന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു പട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് ചാടിയത്. അപ്പോൾ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി, കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും പട്ടീൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മലന്നടിച്ച് വീഴാ ചെയ്തത്. അപ്പോൾ എൻ്റെ റെസീറ്റും ബുക്കൊക്കെ വെക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ബാഗുണ്ട് തോളത്തുണ്ട്, അതെൻ്റെ തോളത്തുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലടിച്ച് വീണില്ല, ഇങ്ങനെ തണ്ടലടിച്ചാണ് വീണത്, കൈയൊക്കെ ഇങ്ങനെ വീണിട്ട്. അപ്പോഴേക്കും പട്ടി എൻ്റെ മേത്ത് കയറിയിട്ടുണ്ടായിരുന്നു, എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള അച്ഛനും അമ്മയും മോനും ഉണ്ടായിരുന്നു, ദേവീശ്വരനും ആടെ ഭാര്യയും അവരെ മകളായ ദിൽന എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ അവർ നോക്കി നിൽക്കുക ചെയ്തത് എന്നെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ കുറേ നേരം ഞാൻ അതിനെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെയും തട്ടി മാറ്റാൻ നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ വലത്തെ കൈയിലെ തള്ളവിരലുമ്മ ആ പട്ടിക്ക് അടിക്കുക ചെയ്തത്. അങ്ങനെ കാലുകൊണ്ടൊക്കെ തള്ളി മാറ്റി ഞാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ അയ്യോ പട്ടിന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, ഇതില്ലാന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു എൻ്റെ ഇതിനെ പട്ടീന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, പട്ടീന്നല്ലാണ്ട് എന്താ വിളിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് എന്നെ അടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓടാ ചെയ്തത്. കാരണം പട്ടി കടിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ആ കുട്ടീനെ അടിക്കാൻ വന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, മുന്നത്തെ ഹരിതകർമ്മസേനക്കാർ വന്നപ്പോഴും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്ലാസ്റ്റിക്കിനായിട്ട് ഇവിടെ വരണ്ട, ഞങ്ങൾ കത്തിക്കുകയാണ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളെ പഞ്ചായത്ത് വെച്ചിട്ടുള്ളതാണ്, നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ വീട്ടിലും കളക്ഷന് കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ജോലിക്കാരാണ് നമ്മൾ, പക്ഷെ പട്ടീനെ നോക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇത് ആ പട്ടിയുടെ വീടാണ്, ആ പട്ടിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എവിടെ നടക്കാനും, അതുകൊണ്ട് ആ പട്ടീനെ അയച്ചിരുന്നാണ് പറഞ്ഞത്. പിന്നെ ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തോ, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എൻ്റെ പട്ടിക്ക് ലൈസൻസ് ഉള്ളതാണ്, പട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പഞ്ചായത്തിൽ വിളിച്ച് പറയുക ചെയ്തത്, വിഒക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്ന് മെമ്പർമാരെ വിട്ടു. 18-ാം വാർഡിലെ മെമ്പറുണ്ട്, ശ്രീരാഗ് മെമ്പർ ആളും, 16-ാം വാർഡിലെ ഷൺമുഖം മെമ്പറും, പിന്നെ ഞങ്ങളുടെ ആശാപ്രവർത്തകയുണ്ട് ലീന ചേച്ചി ആളും വന്നു. എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ചെയ്തത്. കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ എനിക്ക് വലത്തെ കാലിൻ്റെ മുട്ടിൻ്റെ അടുത്തായിട്ട് ഒരു നഖം കൊണ്ട പാടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീണപ്പോൾ എനിക്ക് എൻ്റെ വലത്തെ കൈയിലെ മുട്ടിൻ്റെ അവിടെ കല്ല് തട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ തണ്ടലും എനിക്ക് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല വേദനയായിരുന്നു. പുറത്ത് ബാഗുള്ളതുകൊണ്ട് വേറെ തലയൊന്നും അടിച്ച് വീണില്ല. അപ്പോൾ റോഡായിരുന്നു, ആ നേരത്ത് വണ്ടികളൊന്നും വന്നില്ല. അപ്പോൾ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത് കടിച്ചിട്ടുണ്ട്, രക്തം കട്ട പിടിച്ചിട്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു തട്ടിയേണ്ടത്, ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ചു. ഇപ്പോൾ ഇനി 4 ഇഞ്ചക്ഷൻ കൂടി വേറെ ഉണ്ട്, അതെന്തായാലും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.